വെൽക്കം ടു എജുപോഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അവരറിയാത്തവരുണ്ടെങ്കിൽ എന്താണ്, അവർ അറിയട്ടെ, പഠിക്കട്ടെ. ദെൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ ചാപ്റ്റേഴ്സും അതുപോലെ ടോപ്പിക്സും ഒക്കെ ഈ നോട്ട്സ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്നൊരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിന്റെ മുകളിൽ നമ്മുടെ +2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനകത്ത് കയറിയിട്ട് ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് ഈ നോട്ട്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ദെൻ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫസ്റ്റ് നമ്മുടെ എക്സാം ആണ് ഐശ്വര്യം, നമ്മുടെ ജോഗ്രഫിയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കുക. അത് നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അറിയാം. എന്നാലും നമുക്ക് 15ഓളം പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 15 പാഠം എങ്ങനെ നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ പഠിക്കുമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ആ ചാപ്റ്റേഴ്സിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഓണം എക്സാമിന് കുറെ ചാപ്റ്റേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അറിയാലോ. സെക്കൻഡറി ആക്ടിവിറ്റീസ്, ദ്വിതീയ പ്രവർത്തനങ്ങൾ, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി ആക്ടിവിറ്റീസ്, തൃതീയ ചതുഷ്ടയ പ്രവർത്തനങ്ങൾ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയവും, ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം, വാട്ടർ റിസോഴ്സസ്, ജലവിഭവം, മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്, ധാതുസമ്പത്തും ഊർജ സമ്പത്തും, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയവും, ലാസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എന്തുണ്ട്, ക്രിസ്മസ് പോർഷന് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ആദ്യം ഫോക്കസ് ചെയ്യേണ്ട പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് ആ ഒരു ഓർഡറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡറി ആക്ടിവിറ്റീസ് ആണ്, ദ്വിതീയ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ഇറ്റ് ടു ബി കൺസിഡേർഡ് while choosing a location for a factory. വ്യവസായങ്ങളുടെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ടോപ്പിക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്, ചെറുകിട വ്യവസായങ്ങളുടെ സവിശേഷതകൾ. ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ആണല്ലോ, ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചാപ്റ്ററിൽ വ്യവസായങ്ങളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പബ്ലിക് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്, ദെൻ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽ. അപ്പോൾ ഒരുപാട് അസംസ്കൃത വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വ്യവസായങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. അത് നമുക്കതിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ്. അടുത്ത് നമുക്ക് നോക്കാം ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി ആക്ടിവിറ്റീസ് ആണ്. ചതുഷ്ടയ മേഖല, തൃതീയ ചതുഷ്ടയ മേഖല പ്രവർത്തനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ടെർഷ്യറി ആക്ടിവിറ്റീസ് പഠിക്കാനുണ്ട്, ക്വാട്ടേണറി ആക്ടിവിറ്റീസ് പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്വീനറി ആക്ടിവിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ടെർഷ്യറി ആക്ടിവിറ്റീസ്, വിവിധ തരം തൃതീയ പ്രവർത്തനങ്ങൾ. ദെൻ സർവീസ് അല്ലെ, സർവീസ് എന്താണെന്ന് 2-3 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ക്വാട്ടേണറി ആക്ടിവിറ്റീസ്, അതുപോലെ ക്വീനറി ആക്ടിവിറ്റീസ് അല്ലെ, ചതുഷ്ടയ മേഖലാ പ്രവർത്തനങ്ങളും പഞ്ചമ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈഡ് 2 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഗതാഗതവും വാർത്താവിനിമയവും. പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കാം. ബോർഡർ റോഡ്സ്, അതിർത്തി റോഡുകൾ, ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, ട്രാൻസ് കനേഡിയൻ റെയിൽവേ, പനാമ ആൻഡ് സൂയസ് കനാൽ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ നമുക്ക് ആ ഒരു മാപ്പിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് ഇത് ഏത് കനാലാണെന്ന് ചോദിച്ചിട്ട് ആ കനാലിനെ കുറിച്ച് എഴുതാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ആ ചിത്രങ്ങളൊക്കെ മാപ്പൊക്കെ പഠിച്ചു വെക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റും എന്താണ്, പ്രധാനപ്പെട്ടതാണ്. ദെൻ ഇന്റർനാഷണൽ ട്രേഡ് ആണ്, അന്താരാഷ്ട്ര വ്യാപാരമാണ്, വേൾഡ് ബേസ്ഡ് ആണ്. നോക്കാം,
ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന സവിശേഷതകൾ, ബാലൻസ് ഓഫ് ട്രേഡ്, വ്യാപാര മിച്ചം, ടൈപ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ തരങ്ങൾ, ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം, പോർട്ട് ക്ലാസിഫൈഡ് സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ, തുറമുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് വാട്ടർ റിസോഴ്സസ്, ജലവിഭവമാണ്. അതിൽ വാട്ടർ പൊല്യൂഷൻ എന്താണ്, വളരെ പ്രധാനപ്പെട്ട, ഇതിന്റെ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് അല്ലെ, നദീതട മാനേജ്മെന്റ്, മഴവെള്ള സംഭരണവും. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചവർക്ക് അറിയാമായിരിക്കും എത്രത്തോളം ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. റീസൈക്ലിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് ആണ്, ധാതു സമ്പത്തും ഊർജ സമ്പത്തും. അതിൽ ഫെറസ് മിനറൽസ് പ്രധാനപ്പെട്ടതാണ്. ദെൻ കോൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയും നോൺ കോൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയും എന്താണ്, ഇമ്പോർട്ടൻ്റ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മറ്റൊന്നാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഗതാഗതവും വാർത്താവിനിമയവും. അതിൽ റോഡ് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻലാൻഡ് വാട്ടർ വേ, സമുദ്രജല ഗതാഗത പാത, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്റർനാഷണൽ ട്രേഡ് ആണ്, അന്താരാഷ്ട്ര വ്യാപാരമാണ്. അതിൽ വെസ്റ്റ് കോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ പഠിക്കാനുണ്ട്, ഇന്ത്യയിലെ പടിഞ്ഞാറൻ തുറമുഖങ്ങൾ. ദെൻ കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ചേഞ്ചിങ് പാറ്റേൺ അല്ലെ, ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഘടനകൾ എന്താ ചെയ്യുക, അതിന് മാറ്റങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെസ്റ്റേൺ ഭാഗത്തുള്ള പോർട്ടുകളുണ്ട്, നമുക്ക് മുംബൈ, അതുപോലെ തന്നെ മർമഗോവ, ദെൻ നമ്മുടെ കൊച്ചിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് ഷോർട്ട് ടെസ്റ്റ് പ്രതീക്ഷിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് മുംബൈ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാപ്പും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ എക്സാമിന്, ഓണം എക്സാമിന് നിങ്ങൾ നോക്കി അല്ലെങ്കിൽ പഠിച്ച ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്. ഒന്ന് നിങ്ങൾക്ക് പൊടി തട്ടിയെടുക്കാനേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതിനായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അഥവാ മറന്നുപോയെങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് പഠിക്കാം. ഒന്ന് ഹ്യൂമൻ ജിയോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് നമ്മുടെ ചാപ്റ്റർ. മാനവ ഭൂമിശാസ്ത്രം, സ്വഭാവവും വ്യാപ്തിയും, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്, ലോക ജനസംഖ്യ വിതരണവും സാന്ദ്രതയും വളർച്ചയും, ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം, പ്രൈമറി ആക്ടിവിറ്റീസ്, പ്രാഥമിക പ്രവർത്തനങ്ങൾ, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ, ജനസംഖ്യ വിതരണം, സാന്ദ്രത, വളർച്ച, ഘടന, ഹ്യൂമൻ സെറ്റിൽമെന്റ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ, ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ, ഭൂസമ്പത്തും കൃഷിയും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. അതിൽ ഓരോ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പിൽ പ്രധാന ടോപ്പിക്കാണ് ഇത് ഡെഫിനിഷൻ. ഹ്യൂമൻ ജോഗ്രഫിയുടെ ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ദെൻ അതിൻ്റെ കൂടെ തന്നെ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസവും ദെൻ നിയോ ഡിറ്റർമിനിസവും എന്താണ്, പ്രധാനപ്പെട്ടതാണ്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് ആണ്. അതിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പഠിച്ചു വെക്കുക, അതിൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെ അറിയാലോ. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റിലെ എവർഗ്രീൻ അല്ലെങ്കിൽ എപ്പോഴും എലഗന്റ് ടോപ്പിക്കാണ് ഇത് പറയുന്നത്, 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെ, 4 പില്ലേഴ്സ്, 4 തൂണുകളുണ്ട്, അത് പഠിച്ചു വെക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മനുഷ്യ വികസനത്തിലേക്കുള്ള സമീപനങ്ങളും എന്താണ്, പ്രധാനപ്പെട്ടവയാണ്. ദെൻ നെക്സ്റ്റ് ആണ് പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്, പ്രാഥമിക പ്രവർത്തനങ്ങളാണ്. ദെൻ അതിൽ പ്രധാനപ്പെട്ടവയാണ് പ്ലാന്റേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഓർക്കുന്നുണ്ടല്ലോ, ട്രാൻസ് ഹ്യൂമൻസ് 2-3 മാർക്കിന് ചോദിക്കാം. ട്രക്ക് ഫാമിങ്, ഡയറി ഫാമിങ് ഒക്കെ എന്താണ്, പ്രധാനപ്പെട്ടവയാണ്. ദെൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏത്, 4 phases ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, മനുഷ്യ വളർച്ചയുടെ 4 ഘട്ടങ്ങൾ എന്താണ്, പ്രധാനപ്പെട്ടവയാണ്. ദെൻ ഹ്യൂമൻ സെറ്റിൽമെന്റിലെ ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ് എന്താണ്, പ്രധാനപ്പെട്ടവയാണ്. വിവിധ തരം ഗ്രാമ
അധിവാസ കേന്ദ്രങ്ങൾ. ദെൻ ലാസ്റ്റ് ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ ആണ്, ഭൂസമ്പത്തും കൃഷിയും. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നെങ്കിൽ ഷുഗർ കെയിൻ ചോദിക്കാം, അല്ലെങ്കിൽ കോട്ടണോ ജൂട്ടോ ചോദിക്കാം. ദെൻ ടീയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഇതിലൊക്കെ പഠിച്ചു വെക്കുക, ഒരു 3-4 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. ദെൻ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ക്രോപ്പിംഗ് സീസൺ ഇന്ത്യ, ഓർക്കുന്നുണ്ടല്ലോ ഖാരിഫ്, സെയ്ദ്, റാബി ഒക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക, അതിന്റെ കാലഘട്ടങ്ങളും ആ കാലങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്ന ക്രോപ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ്, ദെൻ 15ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് പഠിക്കാണ്ട് ഈ വരുന്ന ഡിസംബർ 15-നാണ് നമ്മുടെ എക്സാം. 15-നോടൊപ്പം 15 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ദെൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് മാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റിൽ മാപ്പ് എന്ന് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അറിയുമെങ്കിൽ എന്ത് ചെയ്യുക, എസ്എ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കുക. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.